A very pleasant good evening. ഇന്ന് നമ്മൾക്കൊരു ഹോട്ട് ടോപ്പിക് ഡിസ്കഷനാണ്, ഒരു ഹോട്ട് പാനൽ ചർച്ച. അതിനായിട്ട് I would just introduce our participants for the day. We have about 6 guests who have come up and joined our session. We have Mr. Santosh. He is an entrepreneur and he has done a non-surgical hair fixing procedure. We have Mr. Rajesh here. Rajesh is a businessman and he has undergone a hair transplant, surgical hair transplantation about 2 years back. We have Mr. Arun. He is a software professional and he is pretty happy without fixing hair. ഒരു ഹെയറും വേണ്ട, ജീവിതത്തിൽ ഇങ്ങനെ മതി എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് വി ഹാവ് മിസ്റ്റർ പ്രഭാകർ ആൻഡ് മിനി നമ്പ്യാർ. അവർ ഒരു ഹാപ്പി ഗോ ഫാമിലിയാണ്. അവർ നോൺ സർജിക്കൽ ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വി ഹാവ് മിസ്സസ് പ്രീതി കൃഷ്ണൻ representing India's biggest hair fixing company called Heads. അവർക്ക് 27ഓളം ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിലുണ്ട്. ആൻഡ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിയർലി 50,000-ൽ കൂടുതൽ ഹാപ്പി കസ്റ്റമേഴ്സ് ദാറ്റ് യു ഹാവ്. സോ ദ ഡിസ്കഷൻ ഈസ് ഗോയിങ് ടു ബി വെരി ഹോട്ട് ബിക്കോസ് ഇവിടെ നോൺ സർജിക്കൽ ഹെയർ ഫിക്സിംഗ് ചെയ്ത ആളുകളുണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളുണ്ട്, ഒരു ഹെയർ ഫിക്സിംഗ് പ്രൊസീജിയറും ചെയ്യണ്ട എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്. ആൻഡ് വി ഹാവ് somebody who is having a full support from his family and who have gone for a hair fixing procedure. അങ്ങനെ എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. കൂടെ നമുക്ക് ഒരു ഹെയർ ഫിക്സിംഗ് കമ്പനിയുടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി ഓണറും ഇവിടെ ഉണ്ട്. സോ ദ ഡിസ്കഷൻ ഈസ് ഗോയിങ് ടു ബി വെരി ഹോട്ട് ടുഡേ. സോ ഹോപ്പ് ഓൾ ആർ ലൈക്ക് പ്രിറ്റി കംഫർട്ടബിൾ ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. നമുക്ക് തുടക്കം ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മിസ്റ്റർ സന്തോഷിൽ നിന്ന് തുടങ്ങാം. മിസ്റ്റർ സന്തോഷ്, ഇപ്പം സന്തോഷിനോടുള്ള ചോദ്യം ആദ്യം, സന്തോഷിന്റെ പ്രായം എത്രയാണ് എന്നുള്ളതാണ്. പ്രായം എത്ര തോന്നിക്കും? പ്രായം ഇപ്പോഴുള്ളൊരവസ്ഥയിൽ ഒരു 32. എന്തായാലും അതിൽ കൂടുതൽ കാണും. That's good. Okay. സന്തോഷിന് അതിൽ കൂടുതൽ പ്രായമുണ്ടെന്ന് സന്തോഷ് പറയുന്നു. പക്ഷേ വിഷ്വലി ഒരു 32 വയസ്സ് നമുക്ക് തോന്നിക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു സർജിക്കൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, മിസ്റ്റർ രാജേഷ്. രാജേഷ്, എന്താണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ? എത്ര വർഷം മുമ്പാണ് ചെയ്തത്? 2 വർഷമായി. 2 വർഷം. ഓക്കെ. ടു ബി വെരി പ്രിസൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പെയിൻഫുൾ പ്രോസസ് ആണോ? ഇത് അവർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത് പെയിൻഫുൾ അല്ലെന്നാണ് പറഞ്ഞത്, ബട്ട് ഇറ്റ്സ് വെരി പെയിൻഫുൾ. ഓ, ഓക്കെ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം ഇതൊരു തീരെ പെയിൻലെസ് ആയിട്ടുള്ളൊരു പ്രോസസ്സൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനലി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ് ആണെന്നാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പല ആൾക്കാരുടെയും എക്സ്പീരിയൻസ് നിന്ന്. സോ ഇറ്റ്സ് ഹാപ്പി ദാറ്റ് യു ഹവ് റിവീൽഡ് ഇറ്റ് ഹിയർ. ഇനിയിപ്പം രാജേഷിനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഈ പ്രോസസ്സ് ചെയ്തിട്ട് ഇത് അൾട്ടിമേറ്റ്ലി ഇത് രാജേഷ് ഹാപ്പി ആണോ? ഇത് കൺവിൻസ്ഡ് ആണോ? ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, നോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ആൻഡ് യു വുഡ് ഹാവ് ഷെയർഡ് എ ലോട്ട് ഓഫ് മണി ഓൾസോ, അല്ലേ? അതെ. എത്രയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് തൽക്കാലം അറിയണ്ടപ്പോൾ. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ്സ് വാട്ട് രാജേഷ് സോമൻ വളരെ ഫ്രാങ്കായിട്ട് നമ്മളോട് സംസാരിച്ചു. ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ഒരു വരും വരായകളെ കുറിച്ചും. മേ ബി we'll have to check with many others also, and we cannot blame the entire transplantation segment like this, but of course we need to take experiences from a lot of people. Let's see. ഇനി നമുക്ക് അടുത്തത് ചോദിക്കാനുള്ളത് പ്രീതി കൃഷ്ണൻ, റെപ്രസെൻറ്റിംഗ് ഹെഡ്സ്, അല്ലേ? ഇന്ത്യയിലെ വലിയ ഹെയർ ഫിക്സിംഗ് കമ്പനി എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സൊക്കെ ഉള്ള ഒരു ഹെയർ ഫിക്സിംഗ് കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്തതാണ് പ്രീതി കൃഷ്ണൻ ഇരിക്കുന്നത്. ഷീ ഈസ് എ ഫ്രാഞ്ചൈസി ഓണർ ഓൾസോ ഫോർ ദിസ് പെർട്ടിക്കുലർ ബ്രാൻഡ്. അപ്പം പ്രീതി, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ്? ഞങ്ങളുടെ ഹാപ്പി കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ സക്സസ് സ്റ്റോറി. ആൻഡ് മോറോവർ 15 years of existence in this field is not a small game.
ഓക്കെ, 15 വർഷത്തെ ഇതിൻ്റെ എക്സിസ്റ്റൻസും നിങ്ങളുടെ യുനോ ഹാപ്പി കസ്റ്റമേഴ്സുമാണ് നിങ്ങളുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, പ്രീതിയോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സക്സസിനെ ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറഞ്ഞാൽ, if you are asked to just tell in one single word or one single sentence, how do you define your success? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയാം? The number of marriage invitations tagged in our branches all over India. Okay. You mean to say അത്ര കണ്ട് മാരേജസ് നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പം ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പലരും കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. മേ ബി ഒരു വീഡിയോ ആയിരുന്നു, ഒരു ക്ലിപ്പായിരുന്നു, എനിക്കറിയില്ല. ഒരു ചെറിയ ഒരു ഇമേജ് ക്ലിപ്പായിരുന്നു, എനിക്കറിയില്ല. ഇറ്റ് വാസ് ലൈക്ക് ഒരു കല്യാണത്തിന് ശേഷം ഒരു ഭാര്യ അവരുടെ ഹസ്ബൻഡ് ഇത് ഹെയർ ഫിക്സ് ചെയ്തിരിക്കുന്നു തിരിച്ചറിയുകയും, അതുവരെ അവർക്ക് അറിയില്ലായിരുന്നു, അത് തിരിച്ചറിയുകയും ദെൻ ഷീ ഗോട്ട് സ്റ്റൺഡ് ആൻഡ് ഷീ അപ്ലൈഡ് ഫോർ ഡിവോഴ്സ് ആൻഡ് അവർ ഡിവോഴ്സ് ആയിരുന്നു. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മേ ബി ഉണ്ടായിരിക്കാം. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. No, not at all. He was not our customer. But frankly speaking, as a woman, the girl expects a man to at least reveal her about his fixing, right? So this is not something which is to be hidden or something. It's like very well like a lens, you can say. People are wearing lenses, You mean to say contact lenses, braces people are wearing for their teeth. Just like any other cosmetic surgery, this is also something like which People are fixing teeth Yes. and if we don't reveal about it. yes. Okay. So this is also something like that, and moreover, lot of big celebrities are having hair transplants or hair fixing nowadays. So അങ്ങനെ വല്ല സെലിബ്രിറ്റീസിന്റെ പേര് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? I don't want to reveal the names, so, but we do have. Right, പ്രീതി. ഓക്കെ, അങ്ങനെ ഒത്തിരി പേര് ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ തിങ് റിവീൽ ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു ഡൈവോഴ്സ് ഒന്നും നടക്കേണ്ട ആവശ്യമില്ല അല്ലേ? പിന്നെ ഓബ്വിയസ്ലി ഒരു ആസ് എ ബെറ്റർ ഹാഫ് ദേ വിൽ ഓൾവേസ് എക്സ്പെക്ട് ദാറ്റ് ഇത് നമ്മളത് റിവീൽ ചെയ്തിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കാം. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം. So yeah, obviously, I mean, we do agree with you, Mrs. Preeti Krishnan. Okay, we'll go with the next speaker. നമുക്കിനി ഇതിലൊന്നും പെടാതെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. സുമുഖൻ, സുന്ദരൻ, മിസ്റ്റർ അരുൺ, ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി എന്താണ് അരുണിന് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഹെയർ ഫിക്സിങ് അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിൽ, ഞാനിങ്ങനെ തന്നെ ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ എന്താണ് അരുൺ ഇതിനെപ്പറ്റി പറയാനുള്ളത്? I'm just happy like this. ഇവിടെ മനുഷ്യർ കൈയില്ലാതെ കാലില്ലാതെ ജീവിക്കണം. അപ്പോൾ കുറച്ച് ഹെയർ, നത്തിങ് എ ബിഗ് ഡീൽ. ജസ്റ്റ് ബി ലൈക്ക് ദാറ്റ് വാട്ട് യു ഹാവ്. വണ്ടർഫുൾ. അത് അരുൺ വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റാണ് പറഞ്ഞത്. ഇവിടെ കൈയും കാലും ഇല്ലാതെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇപ്പോൾ ഒരു ഹെയറിന് ഇപ്പോൾ അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് അരുൺ. അരുണിനോട് ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് ഇതെല്ലാം മറന്നേക്കാം, ഇപ്പോഴത്തെ ഒരു സ്റ്റേജെല്ലാം മറന്നേക്കാം. എന്നെങ്കിലും പണ്ടൊക്കെ ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആണ് ലൈഫിൽ, എന്നെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ഹെയർ ഫിക്സിങ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമയം ഉണ്ടായിരുന്നു? കല്യാണത്തിന് ജസ്റ്റ് മുമ്പും കല്യാണത്തിൻ്റെ സമയത്തും ഒരു ആലോചന ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. പിന്നെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്തു. ഷി വാസ് ഓക്കെ വിത്ത് ദാറ്റ്, സോ ജസ്റ്റ് വെന്റ് അഹെഡ് വിത്ത് ദാറ്റ്. ഐ ആം ഹാപ്പി നൗ. ഓക്കെ. അപ്പം എപ്പോഴും ഒരു സമയത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് ഫിയാൻസി അല്ലെങ്കിൽ അന്നേരം കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ഷീ വാസ് ഓക്കെ വിത്ത് യുവർ ലുക്ക്, ഹൗ യു ആർ, ഷീ ഈസ് ഓൾസോ ഹാപ്പി വിത്ത്. പിന്നെ എന്തിന് എന്നല്ല, പിന്നെ ആരെ കാണിക്കാൻ അല്ലേ, പിന്നെ ആരെ ബോധിപ്പിക്കണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ എന്തെങ്കിലും അരുൺ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഞാനിപ്പം ഈ ഹെയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? അങ്ങനെ ആ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് അവർ ഹാപ്പി ആയിരിക്കുമോ? അങ്ങനെ ഒരു പെർസ്പെക്റ്റീവില്ല, വൈഫിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് ഇപ്പം ഹെയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന്? ഷീ മൈറ്റ് ബി ഓക്കെ, ബട്ട് ഞാൻ കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഷീ ഈസ് ഓക്കെ വിത്ത് മീ നൗ.
ഇവിടെ നമുക്ക് കുറച്ച് ഹോട്ട് ടോപ്പിക് ഡിസ്കഷൻ വരാനുള്ളത് മിസ്സസ് പ്രീതി കൃഷ്ണനാണ്. ഇന്ററപ്റ്റ്. ഓക്കെ, ഇവിടെ ഉറപ്പായിട്ട് ഇന്ററപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇത് വളരെ ഹോട്ട് ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. മിസ്സസ് പ്രീതി കൃഷ്ണൻ ഇവിടെ എന്താണ് ചോദിക്കാൻ? Have you ever asked your wife, can I fix my hair? ഓക്കെ, നമുക്ക് ഒരു മൈക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട അവസ്ഥയാണ്. ചോദ്യം ഇതാണ് മിസ്റ്റർ അരുൺ. മിസ്സസ് പ്രീതി കൃഷ്ണൻ ചോദിച്ചാണ്, എന്തെങ്കിലും ഭാര്യയോട് താങ്കൾ ചോദിച്ചിട്ടുണ്ടോ ഞാൻ കുറച്ച് ഹെയർ ഫിക്സ് ചെയ്ത് വന്നോട്ടെ, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന്? ഇല്ല, ഫ്രാങ്ക്ലി ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല ആക്ച്വലി ചെയ്യണമെന്ന്. സോ ഐ ജസ്റ്റ് അരുൺ അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ ചോദിക്കണം എന്ന് തോന്നിയിട്ടില്ല. അതാണ് ബേസിക്കലി അതാണ് പ്രതീക്ഷ, അതാണ് അരുണിന്റെ മറുപടി. എന്താണ് അതിന്? That's what I wanted to know, because I feel she would never say no. For a woman, like her better half always should appear good, according to me as a woman. So അതാണ് ഞാൻ ചോദിച്ചത്, വൈഫിനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന്. സോ ഒരു പക്ഷേ യു ക്യാൻ ഗോ ആൻഡ് ഡിസ്കസ് വിത്ത് യുവർ വൈഫ് നൗ. ഓക്കെ, സോ അതാണ് അരുണിന്റെ ഒരു ഒപ്പീനിയൻ. സന്തോഷം ഒന്ന് ഇടയ്ക്കൊന്ന് ഇടപെടുന്നുണ്ട്, നോക്കാം. എനിക്ക് തോന്നുന്നു ഞാനും അരുണൊക്കെ ഏകദേശം ഒരു സമപ്രായക്കാരാണ്. ഞാനും കുറേ കാലം വേണ്ടാന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അരുണ് ചിന്തിച്ച പോലെ തന്നെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഇടയായി. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ഇങ്ങനെ ഹെഡ്സിൽ അങ്ങനെ ഹെയർ ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ വലിയൊരു മാറ്റം അദ്ദേഹത്തിൽ കാണുകയുണ്ടായി. അതാണ് സത്യത്തിൽ എനിക്കൊരു ത്രെഡ് വന്നത്, ഒരു ചേഞ്ചായി ആവാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു അരുണും ചിലപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ ഒരു പക്ഷേ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് എനിക്കും തോന്നുന്നത്. അതിനോട് അരുൺ എന്താണ് പ്രതികരിക്കാനുള്ളത്? I'm not denying that. Maybe it can come. Okay. അത് അരുൺ ആക്ച്വലി പറയുന്നത് മോസ്റ്റ്ലി ലൈക്ക് അതൊരു സിറ്റുവേഷനാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വിച്ച് ഹെൽപ്സ് us, which becomes favorable and we think about something like that. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാതകമൊന്നുമല്ല. ഇതിനകത്ത് ആരെയും ദ്രോഹിക്കണം അല്ലെങ്കിൽ എന്നുള്ള ഉദ്ദേശവും ഇതിനകത്തില്ല. അപ്പം ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് സം ഹെയർ അല്ലേ, കുറച്ച് മുടി ഉണ്ടാവുക എന്നുള്ളത് മാത്രം ആണ് ഇതിനകത്ത്. നമുക്ക് സന്തോഷം ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രഭാകർ സാറിന് എന്തോ പറയാനുണ്ട്. പ്രഭാകർ സാറിന്റെ മുഖം കണ്ടാൽ അറിയാം അരുണിനെ നോക്കിയിരിക്കുന്നുണ്ട്, എന്തോ അരുണിനോട് പറയാനുള്ളത് പോലെ. ശരിയാ, എനിക്ക് അരുണിനോടാണ് പറയാനുള്ളത്. ഞാനേ വെച്ചത് വളരെ ലേറ്റ് ആയിട്ടാ. ഇനിയിപ്പോൾ സമയം കളയണ്ട, വെച്ചോ, വളരെ നല്ലതാ. ഓക്കെ, അരുൺ വേഴ്സസ് ബാക്കിയുള്ളവരായി മാറുകയാണോ എന്നൊരു സംശയം. ഒട്ടും പേടിക്കേണ്ട, അരുൺ ഇങ്ങനെ കാണാൻ തന്നെ വളരെ സ്മാർട്ടാണ്. അരുണിന് തോന്നിയാൽ മാത്രം ഇത് ചെയ്താൽ മതി എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യും. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് സംതിങ് ലൈക്ക് വിച്ച് വി നീഡ് ടു തിങ്ക് അബൌട്ട്. എനിക്ക് പ്രഭാർ സാറിനോട് ചോദിക്കാനുള്ള അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, പ്രഭാർ സാർ ഇതിന് ഇപ്പം മിനി ചേച്ചി ഇവിടെ അടുത്തിരിപ്പുണ്ട്. മിനി ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പം ചെയ്തതിൽ നിങ്ങളൊരു ഫാമിലി ഇതും അതുപോലെ പ്രഭാകർ സാർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഈ ഫിക്സിങ് ചെയ്തതിന് ശേഷം? ഇല്ല, കുഴപ്പമില്ല. കാരണം ആസ് എ വൈഫ്, എൻ്റെ വൈഫ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു, വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഷീ ഓൾവേസ് വാണ്ടഡ് മീ ടു ലുക്ക് യങ്. സോ ദാറ്റ് വേ ഷീ വാസ് ക്വൈറ്റ് സപ്പോർട്ടീവ്. Quite supportive. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രഭാകർ സാറിനോട് ഒരു സ്പെഷ്യലായിട്ട് ചോദിക്കാനുള്ളത്, സാറിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പേടി ഞാൻ ഈ മിനി ചേച്ചിയോട് ചോദിക്കാം അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. മിനി ചേച്ചി, പ്രഭാകർ സാറിനെ സംബന്ധിച്ചുള്ള ഇതിനകത്തൊരു ഏറ്റവും വലിയൊരു വിഷമം എന്തായിരുന്നു ആദ്യം ഇത് ചെയ്യുന്ന സമയത്തും അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ്? ആക്ച്വലി പ്രഭയ്ക്ക് ആദ്യം തീരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല ഹെയർ ഫിക്സിങ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഫോഴ്സ് ചെയ്തിട്ട് പുള്ളിയെ കൊണ്ടുവന്ന് എത്തിച്ചത്. പിന്നെ ദിലീപിനെ വന്ന് കണ്ടു, സംസാരിച്ചു. അപ്പം പുള്ളിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിഷമിക്കുന്ന പോലെ അങ്ങനെ യാതൊന്നുമില്ല. നമ്മൾ ആദ്യം കരുതും നമ്മൾ ഹെയർ ഫിക്സ് ചെയ്ത് അയ്യോ ആൾക്കാർ നമ്മളെ പരിഹസിക്കുമോ ഇതാക്കും. പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് ഫിക്സ് ചെയ്തതിന് ശേഷം ആൾക്കാരെ ഫേസ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ആർക്കും അങ്ങനെ മനസ്സിലാവുന്നില്ല. അതാണ് സത്യം. നമ്മളുടെ ഉള്ളിലാണ് നമ്മൾക്കിതെന്തോ ഭയങ്കര ഇതാണ് ചെയ്തത് എന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് നാച്ചുറലായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഇതൊന്നും ആരെയും ഫേസ് ചെയ്യുന്ന കാര്യത്തിലും പുള്ളിക്ക് ഹസ്ബൻഡിന് കുറച്ചുണ്ടായിരുന്നു, ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഫേസ് ചെയ്ത്
ഫിക്സ് ചെയ്ത് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പം ഇത് കംപ്ലീറ്റ്ലി മാറി. വണ്ടർഫുൾ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ് ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറൊരാളെയും ദ്രോഹിക്കുന്നുമില്ല. നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോൺഫിഡൻസിന് ഉയർത്താൻ അൾട്ടിമേറ്റ്ലി വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് നമ്മളിവിടെ കണ്ടു. മിനി ചേച്ചി വളരെ സപ്പോർട്ടീവായിട്ട് പറഞ്ഞു ഒരു ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് എന്തായിരിക്കണം എന്നുള്ളത്. പ്രഭാർ സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പം ഹെയർ ഫിക്സ് ചെയ്തതിനെ പറ്റിയിട്ടും എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഹെയർ ലോസ് ആയതിനു ശേഷം നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ഹെയർ ഫിക്സിങ് ചെയ്യുന്നതിലും നല്ലത് ഈ ഗ്രാജുവലി ഉള്ള ഈ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ അത് കൂടുതലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അത് കൂടുതൽ ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് മനസ്സിലാവുകയില്ല. നമ്മുടെ ഈ ഒരു ഫോബിയ മാറിക്കിട്ടും. ഈ ഒരു കാര്യം വണ്ടർഫുൾ. എന്ന് വെച്ചാൽ ഒന്നിച്ച് ഒരു ഒറ്റയടിക്ക് ഒരു 100% ഹെയറിലേക്ക് ഗ്രോ ചെയ്യുന്നതിന് പകരം ഒരു സ്ലോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സ്ലോ ചേഞ്ച് അല്ലേ, അത് ഇവിടുന്ന് കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, പ്രഭാർ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒത്തിരി പേർക്ക് ഒരു വെളിച്ചം പകരും. ഇനി വീണ്ടും നമുക്ക് തിരിച്ച് പ്രീതി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാം. പ്രീതി കൃഷ്ണൻ ഹെഡ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ആളായതുകൊണ്ട് പ്രീതിയോട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, പ്രീതിയുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു എക്സ്പീരിയൻസിൽ 15 years ഇസ് നോട്ട് സ്മോൾ ടൈം. നിങ്ങൾ 15 വർഷമായിട്ട് ഇതേ ബിസിനസ്സിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. അപ്പം ഈ ഒരു 15 years ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് എന്തായിരിക്കും? അത് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ അറിയാനായിട്ട് പറ്റും. 50,000 കസ്റ്റമേഴ്സിനെ ഫേസ് ചെയ്തിട്ടുള്ളവർക്ക് ദേ മൈറ്റ് ഹാവ് ടു ടെൽ സംതിങ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്താണ് പ്രീതിയുടെ അഭിപ്രായത്തിൽ പ്രീതി ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ്? Let me share the worst experience first. Okay. So we had a police officer. He was in high rank, like he was a high ranked police officer. He came for fixing. Oh, okay. Okay. So and his wife also was there, and we had a tough time convincing the wife actually. Oh. He had actually decided and he wants to go for it. Okay. And he was good looking too. Okay. So we did the fixing finally. Convince I. Wife good looking ആയിരുന്നു. Wife not that good looking as him, I can say. അത് noticeable ആയിട്ടുള്ള ഒരു point. So finally what happened, like with lot of difficulty wife ne ayal korchu convince ചെയ്തു. In between she left and we continued with the fixing, and he was very happy with the fixing also. ഈ procedure explain ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് she left. Yeah, she heard the full procedure and they were discussing, in fact, like you'll go ahead എന്നൊക്കെ പറഞ്ഞിട്ട് finally she was like, okay, you do whatever എന്ന് പറഞ്ഞിട്ട് she was also I think high rank. She was a politician actually, so she had that kind of so അങ്ങനെ ഒരു she had her own opinions. അങ്ങനെ we fixed the hair and it was very good looking, and he was thanking us so many times, like ayalkum nalla ishtapettu, and finally hair fixing ചെയ്തിട്ട് തൊപ്പിയൊക്കെ വെക്കാൻ പറ്റുമോ? ചെയ്യും. It's a very layman question. Yes, I yes, know yes, that, yeah, but still you want to ask. yes, he can very well. And next day also he messaged me and he told like I got very good compliments and all. I saw his pic in the DP also, WhatsApp illa. It was looking too good. And what happened after 2 days, I was just scrolling and I saw his DP again. It was changed and he was fully shaved, to my surprise, and he had put the status. He had shaved his whole head and he had put a message, just been to Tirupati and back. So I can imagine the pressure he would have got from his wife maybe. So she might have made him like shave his head because she was not happy. He was forced to do that. I think that was the worst experience I had to face. This might be your best experience also to learn. Of course. ഇത് പോലീസുകാരുടെ അവസ്ഥ വീട്ടിൽ ഇതാണെങ്കിൽ രാജേഷ് എന്തോ ഇതിനിടയ്ക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നു. പുള്ളി നല്ലൊരു പോലീസുകാരനായിരിക്കും പബ്ലിക്കിൽ, പക്ഷേ നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കും വൈഫിനല്ലേ. അങ്ങനെ എന്ന് വെച്ചാൽ ഓക്കെ, അത്ര ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കും വൈഫിന് എന്നുള്ളത്. ഓക്കെ, പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. നമുക്ക്
വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് ഷെയർ ചെയ്തത്. ഇത് ഐ തിങ്ക് ഇതിനൊരു ബെസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വേസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇതിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എന്ന് വെച്ചാൽ ഒരു ടോട്ടലി ഒരു ഫാമിലി സപ്പോർട്ട്. അരുണിലേക്കാണ് വീണ്ടും വരുന്നത്, സോറി. അപ്പം വീട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടിയാൽ ഒന്ന് ശ്രമിച്ച് നോക്കിക്കൂടെ? മേ ബി ഓക്കെ, മേ ബി എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രീതികൃഷ്ണൻ, ഐ തിങ്ക് യു വോണ്ട് ടു ഷെയർ യുവർ കാർഡ് ടു ഹിം, ഒരു വിസിറ്റിംഗ്. ഗ്രേറ്റ്, ഇറ്റ് ഈസ് ഐ ആം ഷുവർ ഹി വിൽ. ഓക്കെ, കൂൾ, വണ്ടർഫുൾ, ഗ്രേറ്റ്. അപ്പം ഇത് വളരെ ജോവിയലായിട്ടുള്ള ഒരു ഈവനിങ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. ഒത്തിരി ഇൻഫർമേഷൻസ്, ഒത്തിരി പേർക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ട്. ഒരു പക്ഷേ ഈ ഹെയർ ഫിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, നോൺ സർജിക്കൽ ഹെയർ ഫിക്സിംഗ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഒരുപാട് ആൾക്കാരിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഓർ ഐ മീൻ വി മൈറ്റ് ബി തിങ്കിങ് ലൈക്ക് ഇത് വളരെ തലയിൽ മുണ്ടിട്ട് പോയിട്ട് ചെയ്യേണ്ട ഒരു പണ്ടത്തെ ഒരു വിഷയം പോലത്തെ ഒരു സംഭവമാണോ എന്നൊക്കെ തന്നെ വിചാരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വളരെ തുറന്ന മനസ്ഥിതിയോട് കൂടിയിട്ട് there are few people who have come forward and start sharing your experience about what you have gone through. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് നിൽക്കുന്നു. ഇതൊരു വലിയ റെവല്യൂഷനിലേക്ക് വഴി തെളിയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ടോക്ക് ഷോ ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എവറിബഡി ടേക്ക് കെയർ ആൻഡ് ഇറ്റ്സ് യുവർ ചോയ്സ്, യുവർ ലൈഫ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.